ആൾക്കാർ എടുത്തുകൊണ്ട് പോവാണ്. അപ്പം എൻ്റെ കുടലൊക്കെ വെളിയിൽ കിടക്കുക. വെളിയിൽ കിടന്ന് ബ്ലഡും ഒക്കെ ആകെ ഒരു നടക്കാൻ പറ്റുന്ന രോഗികൾ മുഴുവൻ, ആ രോഗികളുടെ കൂടെ ഇരിക്കുന്ന കൂട്ടിരിപ്പുകാർ എല്ലാവരും എന്നെ വന്ന് കണ്ട്, ഞാൻ ജീവനോട് ബെഡേ കിടക്കുന്നു, മരിച്ചെന്ന് പത്രത്തിൽ, അത്ഭുതകരമാണെന്നും പറഞ്ഞ് എന്നെ വന്ന് കണ്ട്. എനിക്ക് കോളറ പിടിപെട്ടു. 3-ാമത്തെ ദിവസം കോളറ പിടിപെട്ടു. ഞാൻ എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേന്ദ്രൻ ബ്ലോഗ് സോൾവ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഹരിപ്പാട് വിജയൻ ചേട്ടൻ്റെ അടുത്താണ്. 50 വർഷത്തോളമായി ആനപ്പണിയാണ് ചേട്ടന്. അതിൽ നിന്ന് ചേട്ടന് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒത്തിരി ചാനലുകളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ആനയുടെ പാപ്പാന്മാരിലെ ഒരു താരം തന്നെയാണ് വിജയൻ ചേട്ടൻ. അപ്പം അദ്ദേഹത്തിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. ജനി ചാനലിനോട് ഇതിന് പേര് രാജേന്ദ്രൻ ചേട്ടനോടും വളരെ വളരെ സന്തോഷം. വളരെ എൻ്റെ ഈ ചാനല് പ്രേക്ഷകരിൽ എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിനോട് വളരെ കടപ്പെട്ട ഒരാൾ കൂടിയാണ് ഞാൻ. നമസ്കാരം. ഇന്ന് നമ്മുടെ ഈ ചാനലിന് വേണ്ടി ഞാൻ ആന പരിപാലന രംഗത്തുള്ള വിശേഷങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കൊരു ആനക്കാരനാകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ എനിക്ക് ഒരാനക്കാരനാകണം എന്നുള്ളൊരു വലിയ മോഹം, അതായത് കരയിലെ ഏറ്റവും വലിയ ജീവിയായ ഒരു ആനയുടെ ആനക്കാരനാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ 8ാം ക്ലാസ് സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ കരുവാറ്റ ഗോലോകാശ്രമത്തിലെ, കരുവാറ്റ എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് കരുവാറ്റ ഗോലോകാശ്രമത്തിലെ ഒരു എഴുന്നള്ളിപ്പിന് വന്ന മധു എന്ന് പറയുന്ന ഒരു ആനയുടെ കൂടാണ് ഞാൻ ആദ്യമായി അതിൻ്റെ ചട്ടക്കാരനായ എൻ്റെ ആശാനും കൂടിയായ പെരിങ്ങലിപ്പുറത്ത് ആഴ വീട്ടിലെ രാജൻ സ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ എനിക്ക് ആ ജോലി അഭ്യസിക്കുവാൻ വലിയ ഭാഗ്യം സിദ്ധിച്ചു തന്ന ഒരു വലിയ മനുഷ്യൻ്റെ കൂടെ നിന്ന് എനിക്ക് ഈ ജോലി സ്വയസിദ്ധമാക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടും ഏറ്റവും വലിയ നന്ദിയും കടപ്പാടുമുള്ള ഒരാളാണെന്ന് ഭഗവത് നാമത്തിൽ ഞാൻ ആദ്യമായി അത് സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം അവിടെ ആനയായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സഹായി എന്ന് പറയുന്ന ഒരു പ്രായമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ആനക്കാരനൊന്നും അല്ലായിരുന്നു, എങ്കിലും അദ്ദേഹത്തിന് ഒരു സഹായത്തിനായിട്ട് അന്ന് നടന്നാണ് ആനകളെല്ലാം ഈ 76 കാലഘട്ടത്തിൽ ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹവുമായിട്ട് പരിചയപ്പെടാനും അദ്ദേഹത്തിനൊരു സഹായിയായിട്ട് ഞാൻ അവിടെ ആ തൽക്കാലം ഒരു 4 തെങ്ങുംപട്ട വെട്ടിക്കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് വെട്ടിക്കൊടുക്കുകയും പിന്നെ എന്നോട് പരിചയപ്പെടലും കാര്യങ്ങളും ഒക്കെ ആയി വീടെവിടാണെന്നും എന്തോ പേരെന്നും മറ്റുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം എന്നോട് അദ്ദേഹം ചോദിക്കുകയാണ്, മോനെ നീ എൻ്റെ കൂടെ വരുന്നു ആനപ്പണി പഠിക്കാൻ. ഞാനിത് കേട്ട മാത്രമേ ഞാൻ സമ്മതം മൂളുകയാണ്. ഞാനങ്ങനെ പോകാൻ നിൽക്കുന്ന ഒരാള് ഇത് കേൾക്കാൻ നിൽക്കുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട് പറയാണ്, ഞാനൊരു വഴി വരെ പോവാണെന്നും പറഞ്ഞ് ഞാനങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആനയുടെ പിന്നാലെ ഞാനങ്ങനെ പോവാണ്. അങ്ങനെ പെരിങ്ങൽപ്പുറത്ത് ചെല്ലുമ്പം അവിടെ ഉള്ള എല്ലാവരും എന്നെ കാണാനായിട്ട്, എനിക്കൊരു അന്നൊരു 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കാലയളവാണ്, 8ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവാണ് അത്. അന്ന് എന്നെ അവിടെ കാണാൻ വന്ന ആൾക്കാർ മുഴുവൻ, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ല ശരീരം കൊണ്ടും നല്ല ഒരു ബോഡിയുള്ള ഒരാളായതുകൊണ്ടും ഇത്രയും നല്ലൊരു കുട്ടിയെ അവിടെ നിന്ന് കിട്ടിയ അവർ വീട്ടുകാരറിയാതെ തട്ടിക്കൊണ്ട് വന്നതാണോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ ആശാൻ്റെ അടുക്കൽ അവരെല്ലാവരും വളരെ വിശദമായിട്ടൊക്കെ ചോദിച്ച് സംസാരിച്ച്, അതല്ല പിന്നെ എന്നോട് ചോദിച്ചു. ഞാൻ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ സ്വയം മനസ്സാലെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം, അദ്ദേഹം എന്നോട് ചോദിച്ചനുസരിച്ച് ഞാൻ വന്നതാണെന്നും എൻ്റെ ഇഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്നും വീട്ടുകാരുടെ അനുവാദത്തോടൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ വന്നതാണ്. എനിക്ക് ആനപ്പണി പഠിച്ച് നല്ലൊരു ആനക്കാരനാകണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തോടൊപ്പം വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് വിശ്വാസമായതും
പിന്നെ പിറ്റേ ദിവസം എന്നെ കാണാതെ വന്നപ്പോൾ എൻ്റെ വീട്ടുകാർ എന്നെ തെരഞ്ഞ് നടക്കുകയും 10-12 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്നെ കണ്ടുപിടിച്ചതും. അപ്പോൾ കാരണം എന്താ വെച്ചാൽ കണ്ടുപിടിക്കാൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരിടത്ത് എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഒരു എഴുന്നള്ളിപ്പ് സ്ഥലത്ത് വന്ന് എന്നെ കണ്ടുപിടിച്ചാണ് വീട്ടിൽ നിന്ന് എല്ലാവരും, അച്ഛനും ചേട്ടനും ഒക്കെ വന്നു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അപ്പോൾ രായസ്വാമി എൻ്റെ ആശാൻ വിടാൻ തയ്യാറായില്ല. അപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമായി, എനിക്ക് അതിലേക്കായി വിഷമമായി. അങ്ങനെ ഞാൻ വേറെ ദിവസം വീട്ടിൽ വരാമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഈ ആനയുടെ കൂടെ നടക്കാനുള്ള ആഗ്രഹവും താല്പര്യവും സ്നേഹവും ബഹുമാനവും എല്ലാം തോന്നിയത് കാരണം ഞാൻ വീട്ടിലോട്ട് പോകാൻ തയ്യാറാകാതെ ഞാൻ ആനയോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശിരസാ വഹിച്ച് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ഈ ജോലി അഭ്യസിക്കുകയും അത് വളരെ ഭംഗിയായ രീതിയിൽ നാളിതുവരെ നിർവഹിക്കാൻ ഭഗവാൻ അദ്ദേഹവും എനിക്ക് അതിന് വേണ്ടുന്ന അനുഗ്രഹവും ആശീർവാദങ്ങളും ഒക്കെ നൽകി. അദ്ദേഹത്തിനോടൊപ്പം 6 കൊല്ലക്കാലം മധു എന്ന് പറയുന്ന ഒരു ആനയുമായിട്ടാണ് തോനയ്ക്കാട് തോട്ടമൺ ഗോവിന്ദനുണ്ണിത്താൻ്റെ ഉടമസ്ഥതയിലുള്ള മധു എന്ന് പറയുന്ന ആനയിലാണ് അദ്ദേഹത്തിൻ്റെ കൂടെ 6 വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം നിൽക്കുവാനും അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ജോലി അഭ്യസിക്കാനും അദ്ദേഹത്തിൻ്റെ ശിക്ഷണം വളരെ നല്ല രീതിയിൽ നേടിയെടുക്കാനും അദ്ദേഹം എന്നെ ഒരു കൊച്ചനുജനെ പോലെ കണ്ട് എന്നെ വളർത്തി എന്നെ ഈ രംഗത്ത് വളരെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കുവാൻ അദ്ദേഹം കാണിച്ച ഏറ്റവും വലിയൊരു മനസ്സിൻ്റെ ഉടമ കൂടിയായിരുന്നു എൻ്റെ ആശാൻ രായസ്വാമി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചെങ്കിലും അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെ എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലും അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ടും ഇന്നും അന്നും ജോലികൾ നോക്കാൻ എനിക്ക് വളരെയേറെ ഭാഗ്യം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ സാധിച്ചെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരിൽ നിന്നും ഇപ്പോഴും അന്നും ഒരേപോലുള്ള സ്നേഹവും ബഹുമാനവും എനിക്ക് ഇന്നും ലഭിക്കുന്നുണ്ട്. അവരുടെ ആശീർവാദങ്ങളും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നും ഈ ആനപ്പണി എടുത്ത് ജീവിക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് 6 വർഷക്കാലം നിന്ന് അദ്ദേഹത്തിൻ്റെ പരിചരണത്തിലും അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലും നിന്ന് വളർന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു ആനയുണ്ടായിരുന്നു, ഗിരി. ജ്യേഷ്ഠൻ എൻ്റെ ആനയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ആനക്കാരനാണ്. അത് ചെറിയനാട് KK ശിവരാമക്കുറുപ്പ് എന്ന് പറയുന്ന ഒരാളിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഗിരീശൻ എന്ന് പറഞ്ഞ ആനയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ടാമനായിട്ട് ജോലി ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ആ അവസരം കിട്ടി ആ സമയത്ത് അദ്ദേഹത്തിനെ തട്ടിയിട്ട് കുത്തുകയും അതുപോലെ തന്നെ വിളക്കെടുക്കുന്ന ഒരു മഹാദേവനെ ഉണ്ണി എന്ന് പറയുന്ന ഒരാളിനെ തട്ടിയിട്ട് കുത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ ആനയിൽ എനിക്ക് വളരെ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ അന്ന് എനിക്ക് സാധിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ ആന തട്ടിയിട്ട് രണ്ടുപേരെയും കുത്തുന്ന സമയത്ത് ആ രണ്ടുപേരെയും ആനയിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. എന്തോ എൻ്റെ ആശാന്റെ ഒരു വലിയ കൃപാകടാക്ഷവും ഈശ്വരന്റെ കൃപാകടാക്ഷവും ആയിരിക്കാം എന്നെനിക്ക് തോന്നിപ്പോകുന്നു. അത് അത്രയധികം എന്നേക്കാൾ പരിചയമുള്ള ഒരാളാണ്, പരിചയസമ്പന്നനാണ് ഈ എൻ്റെ ആശാന്റെ ജ്യേഷ്ഠൻ ആനക്കാരൻ. ഉണ്ണിപ്പിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിനെ തട്ടിയിട്ട് കുത്തുമ്പോഴും വിളക്കാരനെ തട്ടിയിട്ട് കുത്തുമ്പോഴും അവരെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അവിടെ തുടർച്ചയായി പിന്നെ 6 ദിവസം പെരിങ്ങൽപ്പുറത്ത് ദേവീക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. അത് ഒരു വലിയ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഇന്നത്തെ പോലുള്ള ആനയുമായിട്ടുള്ള അത്രയും വലിയ അറിവില്ലെങ്കിൽ പോലും അന്നും അത് സാധിക്കാൻ കഴിഞ്ഞു എന്ന് ഉള്ളതൊരു വലിയ ചാരിതാർത്ഥ്യമാണ്. അത് ഭഗവാന്റെയും എൻ്റെ ആശാന്റെയും കൃപ കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഇന്നും അന്നും. അങ്ങനെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ് അവിടെ ഒരു 6 ദിവസത്തെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് ആനയെ പണിക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഒരു 5-8 മാസക്കാലം അദ്ദേഹത്തിനോടൊപ്പം നിന്നു. അദ്ദേഹത്തിന് ആനയെടുക്കൽ ഞാനില്ലാതെ ആനയെ അഴിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരെ ഉണ്ടായ സമയത്ത് അതിനെ അഴിച്ചു കൊണ്ടുപോയി പണിയെടുപ്പിച്ചും എഴുന്നള്ളിച്ചും ഒക്കെ കിട്ടുന്ന കാശ് അദ്ദേഹത്തിന് ആനക്കാരന് കിട്ടേണ്ട പ്രതിഫലം ഒരു പൈസ പോലും എടുക്കാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടേൽപ്പിക്കുകയും ഉടമസ്ഥന് കൊടുക്കാനുള്ളത് ഉണ്ണിച്ചേട്ടൻ ആ ഉടമസ്ഥന്റെ വീട്ടിൽ കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് 5-8 മാസക്കാലം ഞങ്ങൾ തമ്മിൽ ഒത്തൊരുമിച്ചു ജോലി എടുക്കുവാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു.
അതിൽ പിന്നെ ഞങ്ങൾ തമ്മിലൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ആന എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വീവരം ഡിപ്പോയിരുന്ന് വീട്ടിൽ കൊണ്ടുപോയി ഉടമസ്ഥന്റെ അനുവാദത്തോടു കൂടി കൊണ്ടു നിർത്തിയപ്പം ഒരാഴ്ച നിർത്താൻ കൊണ്ടുപോയതാണെന്ന്. അങ്ങനെ അദ്ദേഹം 2 ദിവസം കഴിഞ്ഞപ്പം ഈ ഉണ്ണിച്ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ആനയെ കൊണ്ട് പോകണം, ആന ചെറുനാട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് വേണ്ട ഇരിക്കുന്നത്, അയച്ചോണ്ട് പോകാൻ പറഞ്ഞു. അദ്ദേഹം ആന അയച്ചു, അദ്ദേഹം കൊണ്ടുപോയി. പിന്നെ അദ്ദേഹം ഏതാണ്ട് 1 മാസക്കാലം നിന്ന് കഴിഞ്ഞ് അദ്ദേഹം ആനയെ കെട്ടിക്കൊടുത്തു. ആനയിൽ നിന്ന് ഉടമസ്ഥൻ അദ്ദേഹത്തിനെ മാറ്റി. ഞാൻ മാറാൻ കാരണം എന്താണെന്നൊക്കെ അന്വേഷിച്ചറിഞ്ഞപ്പോൾ ഇന്നതാ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ആശാൻ രായൻസ്വാമി, അതായത് ഉണ്ണിപ്പിള്ളച്ചേട്ടൻ്റെ നേരെ അനുജൻ എൻ്റെ ആശാൻ രായൻസ്വാമി കോന്നി ഗോപാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു ഉടമസ്ഥൻ്റെ ഒരാനയെ, മുരളി എന്ന് പറഞ്ഞ ഒരു ആനയിൽ എന്നെ കൊണ്ട് നിർത്തുകയും അതിൻ്റെ കൂടെ അന്ന് രാഘവനെന്നും പറഞ്ഞൊരു ആനക്കാരനുണ്ടായിരുന്നു, വകയാറ്റിലുള്ളതാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ ആനയിലെ ഒരു 10-28 ദിവസക്കാലം നിൽക്കാൻ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ചോറും ഉപ്പും കറി വൃത്തിയാക്കലും ആനയെ കഴുകലും അല്ലാതെ ആനയെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി നിർത്താനോ ആനയായിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പോലും അവസരം എനിക്ക് ലഭിക്കാതെ നിന്ന ഒരു കാലയളവിൽ ഞാൻ ചെന്നതിൻ്റെ 15ാമത്തെ ദിവസം അദ്ദേഹത്തിനെയും വെച്ചിട്ട് ആനയെ കഴുകാൻ കൊണ്ടുപോകുമ്പോൾ അത് കൈവിട്ടു. അങ്ങനെ ആനയെ ഞാൻ പോയി ആനയുടെ അമരത്ത് മാത്രം ഒരടി മാത്രമേ ഉള്ളൂ, കച്ചക്കയറും ഇല്ല, ചങ്ങലയില്ല, വേറെ ഒരു വസ്തുവും ഇല്ല ആനയുടെ ശരീരം. തോട്ടിയും മടിയും ഈ ഇദ്ദേഹത്തിന്റെ കയ്യിലുമുണ്ട്. അദ്ദേഹം കൂടെ ഓടി, ഞാനും ഓടി. ഞാൻ ചെന്നു ആനയുടെ അമരത്തെ ഇട കൂട്ടി. അവിടെ നിന്ന് ആനയുടെ മുകളിൽ കയറാൻ പറഞ്ഞു. കയറൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു തോട്ടിയും മടി തരുവാണെങ്കിൽ ഞാൻ കയറാം, ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല, അല്ലേ രാഘവം കയറിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തങ്ങളിൽ ഇച്ചിരി തർക്കമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് തോട്ടിയും മടി എൻ്റെ തന്നു. ഞാൻ ആനയുടെ മുകളിൽ കയറി. അങ്ങനെ ആ ആനയെ നമസ്തേന്ന് വെള്ളത്തിൽ ആനയുടെ മുകളിൽ ഇരുത്തുന്ന ആള് ഞാനാണ്. കോന്നി ഗോപാലകൃഷ്ണപിള്ളയുടെ മുരളി എന്ന് പറയുന്ന ആ ആനയെ വെള്ളത്തിൽ ആനയുടെ മുകളിൽ ഇരുന്ന് ആദ്യമായിട്ട് ഇരുത്തുന്നത് എനിക്ക് അങ്ങനെ ഒരു വീണ് കിട്ടിയ ഒരു ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ചെന്നതിൻ്റെ 15ാമത്തെ ദിവസം അദ്ദേഹം അങ്ങനെ പിറ്റേ ദിവസം അപ്പൊ ഉടമസ്ഥൻ പറഞ്ഞു വിജയനെ കൊണ്ടുകൂടെ ആനയെ കൈകാര്യം ചെയ്യിക്കണമെന്നൊക്കെ പറഞ്ഞ്, എന്നിട്ടും എന്നെ കൊണ്ട് ഇയാള് വേറെ ഒന്നും ആനയായിട്ടൊരു ഇതില്ല. അപ്പൊ ഞാൻ പഴയ പണി തന്നെ തുടർന്ന്. ഞാൻ അതിന് തർക്കിക്കാനോ അദ്ദേഹവുമായിട്ടൊരു ഒന്നിനും പോയില്ല. അങ്ങനെ ഞാൻ ചെന്നതിൻ്റെ 28ാമത്തെ ദിവസം, ആകെ 28 ദിവസം ഞാനും രാഘവനും കൂടി ആനയിൽ നിന്നു. 28ാമത്തെ ദിവസം ആന അവിടുന്ന് കടയ്ക്കാൻ വേണ്ടി ഡിപ്പോയിന്ന് പണിയും കഴിഞ്ഞ് ആന കോന്നിക്ക് വരികയാണ്. കോന്നിയിലാണ് ഈ ഉടമസ്ഥന്റെ വീട്. അവിടെ വന്നു കഴിഞ്ഞ് ആന പെരിങ്ങിലിപ്പുറത്ത് കൊണ്ടുപോവുകയാണ് എൻ്റെ ആശാന്റെ വീട്ടിലേക്ക്. അപ്പൊ ഈ രാഘവൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരാ ഞാൻ അങ്ങോട്ടില്ല, എനിക്ക് അവിടെ വന്നാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് കൂട്ടുകാരനൊക്കെ ആനയ്ക്കിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, രാഘവ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് 2 പേർക്കൂടെ ആനയ്ക്ക് ഇരിക്കാം, എഴുന്നള്ളിപ്പും കാര്യം അതിന് എഴുന്നള്ളിപ്പ് ആദ്യമായിട്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്, എഴുന്നള്ളിപ്പിന് വേണ്ടി. അങ്ങനെ അവിടെ കൊണ്ടുപോയി. അപ്പൊ ഈ ഇദ്ദേഹം കോന്നി കൊണ്ടുവന്ന് ആനയെ കെട്ടിയിട്ട് അങ്ങ് പോയി. അവരുടെ ഉടമസ്ഥന്റെ വീട്ടിൽ കെട്ടി. പിറ്റേ ദിവസം വരാമെന്നും പറഞ്ഞു. എന്നോട് പറഞ്ഞു വരുത്തില്ല എന്നും പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിനെ 12-1 മണി വരെ നോക്കി. അവർ പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം പറയാം, അദ്ദേഹത്തിന്റെ വീട് കുന്നിക്കോടാ, വകയാറല്ല, കുന്നിക്കോടാണ് ഈ രാഘവന്റെ വീട്. ആ കുന്നിക്കോട്ട് പോയി ഈ രാഘവനെ തിരക്കിയപ്പോൾ രാഘവൻ പറഞ്ഞു, ഞാൻ വരുത്തില്ല, ഇന്ന പോലെ ഞാൻ പെരിങ്ങൽപ്പുറത്തോട്ട് പോകാൻ ഞാൻ വരുത്തില്ല, അതുകൊണ്ട് ഇന്ന പോലെ ഇല്ല, എനിക്ക് ആന വേണ്ട എന്നും പറഞ്ഞ് അദ്ദേഹം ഒഴിവായി. അങ്ങനെ എന്നോട് ആനയെ കൊണ്ടുപോയിക്കോളാമെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പെരിങ്ങൽപ്പുറത്ത് ഈ ആനയെ കോന്നി പെരിങ്ങൽപ്പുറത്ത് ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ കൂടെ എൻ്റെ ആശാന്റെ തുണയുണ്ടായിരുന്നു, ഭഗവാന്റെ കാരുണ്യം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ആനയും കൊണ്ട് പെരിങ്ങൽപ്പുറത്ത് രാത്രി 12 മണിയായപ്പോൾ ചെന്നു. അവിടെ ചെന്ന് ആശാന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് ആന വേണ്ട കിടക്ക പറമ്പിൽ കൊണ്ട് കെട്ടിയിട്ടുണ്ട്, ഇന്ന പോലെ ഇന്ന രീതിയിലാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ, അന്ന് മണ്ണെണ്ണ വിളക്കുള്ള കാലം, മണ്ണെണ്ണ വിളക്കും കത്തിച്ച് ആനയെ കാണാൻ പോയ ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു അന്ന്. ഇന്നൊക്കെ ആണെങ്കിൽ അതല്ല, എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കാലയളവാണ്. അന്ന് മണ്ണെണ്ണ വിളക്കും കത്തിച്ചുകൊണ്ടാണ് ആനയെ കാണാൻ പോകുന്നത്. മുരളിയാന നല്ലൊരു ആനയായിരുന്നു, ബീഹാർ ആനയായിരുന്നു, കാണാൻ സൗന്ദര്യവും വളരെ അഴകുള്ള ഒരു ആനയായിരുന്നു. അങ്ങനെ വലിയ വഴക്കും പക്കാണവും ഉള്ള ഒരു ആനയാണ് അല്ല. ഇടയ്ക്ക് ഒരു സൗന്ദര്യപ്പണക്കന്മാര് കൈവിട്ടു പോകും. അത് വല്ല കുണ്ടിച്ചെന്ന് ചാടും, അല്ലെ പുഴ ചാടും, അങ്ങനെയൊക്കെയുള്ള ഒരു പരിവല്ലാതെ ആളെ തട്ടിയിടുക, കുത്തുക, അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. പക്ഷെ ആനയെ കണ്ടാൽ വളരെ ഗൗരവമുള്ള ഒരു മുഖമാണ് അതിൻ്റെ പെരുമുഖമൊക്കെ കണ്ടാൽ
ചെവിയൊക്കെ കണ്ടാൽ ഏതവനും ആന വരുന്ന മാറി നിൽക്കുക. കാരണം അത്രയ്ക്ക് രക്തപതകരി ആനയാണ് പെരുമുഖത്ത്. അത് കണ്ടാൽ ഒരു ഗൗരവമുള്ള ഒരു ആനയെ പോലെ തോന്നും. എന്നാൽ അതുപോലെ ശുദ്ധനായ ഒരു ആന എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. അത്രയ്ക്ക് ശുദ്ധഭാവമായിരുന്നു ആന. ഇങ്ങനൊരു കുഴപ്പം മാത്രം ഉണ്ടെന്നു, ഒരു പടക്കം പൊട്ടിയാൽ ഓടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് ഓടിപ്പോവുക, അല്ല കുണ്ടി ചെന്ന് കയറുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ പതിവ്. പിന്നെ തിരിച്ച് വിളിച്ചാൽ കയറി വരികയൊക്കെ ചെയ്യും. അതിനെ അങ്ങനെ ഫസ്റ്റിലെ ഇടമുറിയിലെ ഒരു അംഗനവാടി ഒരു ഉദ്ഘാടനത്തിനാണ് ഇതിനെ തലയെക്കെട്ട് കെട്ടുന്നത്. ഞാനും എൻ്റെ ആശാനും കൂടാണ് അതിൻ്റെ ഫസ്റ്റിൽ തലയെക്കെട്ട് കെട്ടിയായിരുന്നു. പിന്നെ അങ്ങനെ എഴുന്നള്ളിപ്പായി, കാര്യങ്ങളായി, പടക്കം പൊട്ടിച്ച പേടിയായി. അങ്ങനെ പേടി മാറാൻ വേണ്ടി ഞാൻ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് തെങ്ങെ കൊണ്ട് കെട്ടി. തെങ്ങ് വരെ തെള്ളിയിട്ടിട്ടുണ്ട് ആന. പടക്കം കത്തിച്ചപ്പോൾ തെങ്ങ് തെള്ളിയിട്ട് തെങ്ങ് വട്ടം ഒടിഞ്ഞുപോയി. പുറകോട്ട് ഒറ്റയാമരത്താണെന്ന് കെട്ടുക, നടവാറാക്കി കെട്ടുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെ അന്ന് അവരുടെ കയ്യിൽ വേണുവാനി എന്നും പറഞ്ഞൊരു ആനയുണ്ട്. ഇപ്പോൾ ഉള്ളൂര് നിൽക്കുന്ന കാർത്തികை, അതും ഈ ഉടമസ്ഥന്റെ പക്കലായിരുന്നു. ആ ആനയും അന്ന് അവരുടെ കൈവശമുള്ള ഈ തെങ്ങ് തള്ളിയിടുന്ന സ്ഥലത്തുണ്ട് പെരിങ്ങിപ്പുറത്ത്. അങ്ങനെ ആ ആനയിൽ ഒരു കുറച്ച് കാലം നിൽക്കാൻ കഴിഞ്ഞു. അതിനെ പിന്നെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് കടയ്ക്കാമണ്ണിൽ പണിക്ക് പോയി കഴിഞ്ഞപ്പം അതുമേലെ എനിക്കൊന്ന് മാറേണ്ട ഒരു അവസരം വന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ മധുവാനയിൽ അന്ന് സോമൻ എന്നും പറഞ്ഞ് ചെറിയനാട്ടുണ്ട് ഒരു സോമൻ എന്നും പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അവിടുന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ, ഗിരീശനാനെ കെട്ടിച്ചിട്ട് അദ്ദേഹത്തിന് ആനയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ എൻ്റെ ആശാന്റെ ചേട്ടന് ജോലിക്ക് വേണ്ടിയിട്ട് സോമനെ മാറ്റിയിട്ട് മധുവാനയിൽ ഉണ്ണിച്ചേട്ടനെ ആക്കി. അങ്ങനെ ഞാൻ വന്നപ്പോൾ ഈ സോമനെ വിട്ടു. സോമൻ എൻ്റെ ഒരു വലിയ സുഹൃത്തും വലിയ ആത്മാർത്ഥമായിട്ട് ഞങ്ങളൊരു സഹോദരങ്ങളെ പോലെ കഴിഞ്ഞു കൂടിയ ഒരു കാലഘട്ടമായിരുന്നു അത്. മരിക്കുന്ന കാലം വരെ അങ്ങനെയായിരുന്നു ഞങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു അധികപ്പറ്റില്ലാത്ത, അധിക പ്രസംഗമില്ലാത്ത, ഒരു പറഞ്ഞാൽ പരസ്പരം അനുസരിക്കുകയും കേൾക്കുകയും പറയുന്ന അനുസരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ വിശ്വാസങ്ങളുടെ ഉടമകളായിരുന്നു ഞങ്ങൾ രണ്ടാളും. അത് കാരണം അദ്ദേഹത്തിനെ വിട്ടപ്പോൾ എനിക്ക് മാനസികമായ പ്രയാസം ഉണ്ടായത് കാരണം ഞാനും ആനയിന്നും മുരളി ആനയിന്നും ഞാനും പോവാന്നും പറഞ്ഞ് ഞാൻ പോരുവാണ്. അന്ന് കടയ്ക്കാമണ്ണിയിൽ നിന്ന് പത്തനാപുരത്തിറങ്ങാൻ 40 പൈസ ടിക്കറ്റാണ്. ആ ഉടമസ്ഥൻ എനിക്ക് 10 രൂപ കാശാണ് അന്ന് എനിക്ക് തന്നത്. ആ ആനയിൽ നിന്നിട്ട് 10 രൂപ കാശ്. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് എന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. അങ്ങനെ ഞാൻ പത്തനാപുരത്തിറങ്ങി. പത്തനാപുരത്ത് നിന്നൊരു ലോറി, ഹരിപ്പാടിന് ദാണാപ്പടിക്കേക്ക് പോകുന്ന ഒരു ലോറി ഉണ്ടായിരുന്നു, കപ്പയും കയറ്റി പോകുന്നത്. അങ്ങനെ അവരുമായിട്ട് പരിചയപ്പെട്ടാണ് പത്തനാപുരത്ത് നിന്ന് ഞാൻ ഹരിപ്പാട് എത്തുന്നത്. അങ്ങനെ വീട്ടിൽ രാത്രി ചെന്നപ്പോൾ എന്താ രാത്രി ഞാൻ പറഞ്ഞു, ഞാൻ ആനയിൽ നിന്ന് പോകുന്നു, ഇന്ന പോലാണ്, ഇന്ന രീതിയിലാണ്, അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നതാണ് എന്ന് പറഞ്ഞു. ഓ ശരി, വലിയ സന്തോഷമായി വീട്ടിൽ. എന്താണെന്ന് വെച്ചാൽ ഇവന് ആനയിൽ നിന്ന് പോകുന്നല്ലോ, അപ്പം ആനപ്പണിക്ക് നീയും പോകത്തില്ലല്ലോ എന്നുള്ളൊരു സന്തോഷത്തില് അച്ഛനും അമ്മയും വലിയ സന്തോഷത്തിലിരുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഗിരീശനാനയ്ക്ക് വിളിച്ചു ഉടമസ്ഥൻ. വിജയ വന്ന് ആന അയക്കണം, വിജയൻ ഇങ്ങ് പോകുന്നത് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് വിജയം വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഗിരീശനാനെ അയക്കുകയാണ്. ആ ഗിരീശനാന ഏതാണ്ട് ഒരു 2-2.5 വർഷക്കാലം എൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ചുമതല, എനിക്കൊരു ചുമതലയാന കിട്ടുന്നത് ആദ്യമായിട്ട് ആ ഗിരീശൻ എന്ന് പറഞ്ഞാൽ. ഈ മുരളിയാന എൻ്റെ ആശാന്റെ ചുമതലയാണ്, പക്ഷെ കൊണ്ടുനടന്നത് ഞാനാണ്. എൻ്റെ ചുമതലയല്ല, എൻ്റെ ആശാന്റെ ചുമതലയിലായിരുന്നു. അപ്പൊ ആദ്യമായിട്ടൊരു ചുമതലയാന കിട്ടുന്നത് ഗിരീശനാനെ. പിന്നെ ചെറിയനാട് അശോക ചിട്ടി ഫണ്ടിന്റെ ഗിരീശൻ എന്ന് പറഞ്ഞ ഒരു ആനയിലാണ് എനിക്ക് ആദ്യമായി ചുമതല കിട്ടുന്നത്. അതിനെ ഏതാണ്ട് ഒരു 2-2.5 വർഷക്കാലം കൊണ്ട് നടക്കാൻ കഴിഞ്ഞു. ആ ആന പല സ്ഥലങ്ങളിലും പലരെയും കൂട്ടത്തിലുള്ളവരെ തട്ടിയിട്ട് 2-3 ആൾക്കാരെ കുത്തുന്ന ഒരവസരമൊക്കെ ഉണ്ട്. കാരണം ആ ആന ഒരു ശൂരതയുള്ള ഒരു ആനയായിരുന്നു. അത് നിസ്സാര കാര്യത്തിന് മറ്റൊരാൾ ചട്ടമാകാതിരിക്കുന്ന ആള് ചട്ടം ചമഞ്ഞ് ആ ആന അവർക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സ്വഭാവ രീതി കാണിച്ചിട്ട് അവരെ പറ്റിക്കുന്ന ഒരു രീതിയായിരുന്നു ആ ഗിരീശൻ ആനയുടെ. അങ്ങനെ ആ ആന പലരെയും തട്ടിയിട്ട് കുത്തുകയും അവർക്കൊന്നും വലിയ പരിക്കില്ലാതെ ഞാൻ രക്ഷപ്പെടുത്തി എടുക്കുകയൊക്കെ ചെയ്തത് കൊണ്ടും
അതേപോലെ തന്നെ അതിനെ കൊണ്ടാണ് ഒരുപാട് എഴുന്നള്ളിപ്പുകൾ നടത്താനും അതിനെ വളരെ നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്ത് കൊണ്ട് നടക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ലാസ്റ്റ് ഘട്ടത്തിൽ, അതായത് 2.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാന, കാരണം അതായത് എല്ലാ എഴുന്നള്ളിപ്പുകളും കഴിഞ്ഞതിന് ശേഷം, അതായത് ഏപ്രിൽ 25-ാം തീയതി എഴുന്നള്ളിപ്പ്, 24-ാം തീയതി കഴിഞ്ഞു, 25-ാം തീയതി ആന ചെറിയനാട്ട് വന്നു, 25, 26, 27 ചെറിയനാട്ട് വന്നു. മെയ് 9-ാം തീയതി എന്നെ ആനയെ കഴുകി തീറ്റയൊക്കെ എടുത്ത് പോയി. അപ്പൊ എൻ്റെ കൂടെ ആനയെ നിൽക്കുന്ന ഒരു ദേവനെന്നും പറഞ്ഞൊരു ആളായിരുന്നു, ആനക്കാരൻ, 2 ആനക്കാരൻ. അവനെ ആന ഓടിക്കഴിഞ്ഞാൽ ഞാൻ നിൽക്കലൊന്നും അങ്ങനെയൊന്നുള്ള ശല്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അന്നൊക്കെ എല്ലാ ആനകളെയും ഒറ്റയാമരത്താണ് കെട്ടുന്നത്, നടവാറാക്കി കെട്ടുന്ന ഒരു സന്ദർഭം ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ആ ആനയെ ആ ഒരു തീറ്റയൊക്കെ കൊണ്ടുവന്ന് തറിയിൽ കെട്ടി ഞാൻ ആനയുടെ കഴുത്തിലെ കയറഴിക്കുകയും ഇദ്ദേഹം ആനയുടെ ഇടത്തെ അമരത്ത് നിന്ന് ഇടയെടുക്കുകയും അവനെ അമരത്തിനടിക്കുകയും അവൻ തെറിച്ച് വീഴുകയും ആന അവൻ്റെ അടുക്കലേക്ക് ചാടിപ്പോയത് കയറേന്ന് പിടിവിടാഞ്ഞ കാരണം ഞാൻ വീഴുകയും അവനോടി രക്ഷപ്പെടുകയും ഈ ദേവൻ എന്ന് പറഞ്ഞ ആളോടി രക്ഷപ്പെടുകയും എന്നെ ആന വന്ന് കുത്തി എന്നെ ആന കൊണ്ട് നടന്നു എന്ന് വേണം പറയാൻ. കൊമ്പില് കൊണ്ട് നടന്നു ഒരു 2-3 മിനിറ്റ് നേരം. എന്നിട്ട് ആന കണ്ടമാനം എന്നെ കുത്തി എന്നെ പരിക്കേൽപ്പിച്ചു, മസിൽസുകളെല്ലാം ഉടഞ്ഞു. അങ്ങനെ എനിക്ക് അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ആന എന്നെ കൊമ്പെന്ന് കുടഞ്ഞ് തറയിലിട്ടിട്ട് എൻ്റെ തുടയ്ക്ക് ഒരു കുത്തൂടെ കുത്തി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആന ഇടത്തോട്ട് സ്വയം ആന മാറി നിൽക്കുക. മാറി നിന്നിട്ട് എൻ്റെ ഈ കതർ കയ്യിൽ വലിച്ചു കീറുന്ന ഒരു സന്ദർഭത്തിൽ എന്നെ 2-3 ആൾക്കാർ എടുത്തുകൊണ്ട് പോവാണ്. അപ്പൊ എൻ്റെ കുടലൊക്കെ വെളിയിൽ കിടന്ന ബ്ലഡും ഒക്കെ ആകെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. ആനയുടെ കുത്ത് കൊണ്ടിട്ട് പരിക്ക് പറ്റിയെന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ മറ്റുള്ള അസ്ഥിക്കോ കുടലിനോ ഞരമ്പിനോ ഒന്നും കുഴപ്പമില്ലാത്തത് കാരണം എന്തോ ഭാഗ്യത്തിന് ഭഗവാന്റെ കാരുണ്യം കൊണ്ടും എൻ്റെ ആയുസ്സിൻ്റെ വലുപ്പം കൊണ്ടും നാട്ടുകാരുടെ പ്രാർത്ഥനയും എൻ്റെ ആശാന്റെയും എൻ്റെ വീട്ടുകാരുടെ എല്ലാവരുടെയും എന്തോ വലിയൊരു പ്രാർത്ഥനയുടെ ഫലമായി ഞാൻ രക്ഷപ്പെട്ട് കിട്ടുകയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എന്നെ അതായത് ഈ കുത്ത് എടുത്തോണ്ട് പോയ ആൾക്കാര് അപ്പൊ പറയുന്നുണ്ട് ആള് മരിച്ചു. എന്നെ കേൾക്കാതാണെങ്കിൽ ഞാൻ കണ്ണു മറച്ച് എനിക്ക് എൻ്റെ ശരീരത്തിന്റെ വേദന കാരണം ഞാൻ ഭഗവാനെ വിളിച്ചുകൊണ്ട് മാത്രം, ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കണ്ണു അടച്ച് കിടക്കുന്ന ഒരു അവസരത്തിൽ ടീച്ചർ വെള്ളം വേണമെന്ന് പറഞ്ഞു. വെള്ളം കൊണ്ട് തന്നു. വെള്ളം എൻ്റെ മൂക്കിൽ വീഴുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നെ വീട്ടിലുടനെ അറിയിക്കരുത്, എന്നെ അങ്ങ് കൊണ്ടുപോകണ്ട, ഇത്രയും 4 കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അവര് വണ്ടിയൊക്കെ തടഞ്ഞു നിർത്തി. വേറെ എൻ്റെ ഒരു സുഹൃത്ത് ഗോപി എന്ന് പറയുന്ന കൊച്ചാലുംമൂട്ടിലുള്ള ഒരു സുഹൃത്ത് ഡ്രൈവർ, അദ്ദേഹമാണ് എന്നെ മാവേലിക്കര ആശുപത്രി കൊണ്ടുപോയി. മാവേലിക്കരയിൽ നിന്ന് അവിടുത്തെ ഡോക്ടർ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, പൾസൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ ആലപ്പുഴ മെഡിക്കൽ കോളേജിലോ കൊണ്ടുപോകാൻ പറഞ്ഞു. 83 മെയ് 9-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 1983 മെയ് മാസം 9-ാം തീയതി ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ തന്നെ അവിടുന്ന് ഞാനെന്നെ മാവേലിക്കര വന്ന് എൻ്റെ പൾസ് പിടിച്ച് ഡോക്ടറൊക്കെ ഞാൻ പറഞ്ഞിട്ടോ, എൻ്റെ ഡോക്ടറെ എൻ്റെ ശരീരത്തിൽ വേദനയൊന്നും മാറ്റി തന്നാൽ മതി. ഇപ്പൊ മാറ്റിത്തരാം, ഇപ്പൊ കുഴപ്പമില്ല കിടക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിയിട്ടൊക്കെ അദ്ദേഹം ഇവരോട് പറഞ്ഞു എത്രയും വേഗം ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്രയും വേഗം 1 മിനിറ്റ് പോലും താമസിക്കരുത്, എത്രയും വേഗം എത്തിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. എന്നെ സർജറിയൊക്കെ നടത്തി. അപ്പൊ അന്ന് ഈ കുടലൊക്കെ ഇങ്ങനെ വെളിയിൽ കിടന്ന് മണ്ണുമൊക്കെ പറ്റി പോയത്. അപ്പൊ നല്ല രീതിയിൽ സർജറിയൊക്കെ ചെയ്ത് കുടല് ഇട്ടു. പിറ്റേ ദിവസം അന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 6-ാം വാർഡിലാണ് എന്നെ അഡ്മിറ്റ് ചെയ്തത്. അന്ന് KY റോയി എന്നും പറഞ്ഞൊരു ഡോക്ടർ, NK വിജയൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ, ആനന്ദൻ തമ്പി എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ഈ 3 പേരുടെ മേൽനോട്ടത്തിലാണ്. അവരുടെ ആത്മാർത്ഥമായ ഈശ്വരന് തുല്യമായിട്ട് അവരെ കാണേണ്ടവരാണ് ഡോക്ടർമാർ. ഈശ്വരന് തുല്യമാണ്. അവരെ ഒരിക്കലും നമ്മൾ മറക്കുക, അവരെ നമ്മൾ ഒരിക്കലും അവഗണിക്കുകയോ അവരെ
മനസ്സുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ അവര് ഒരിക്കലും നമ്മളൊന്നും പറയാൻ പാടില്ല, ചിന്തിക്കാൻ പോലും കഴിയരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അവരത്രയ്ക്ക് ദൈവത്തിന് തുല്യമായ ആൾക്കാരാണ്. അന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് എന്നെ രക്ഷപ്പെടത്തില്ല എന്നുള്ളൊരു ചിന്താഗതി അവർ വന്നിട്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവരെന്നെ നല്ലപോലെ സർജറിയൊക്കെ ചെയ്ത് എനിക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് തന്ന് അങ്ങനെ ഞാൻ രക്ഷപ്പെടുകയാണ്. പിറ്റേ ദിവസം മെയ് 9 83 മെയ് 10 തീയതി പത്രമെല്ലാം എഴുതി ഞാൻ മരിച്ചുപോയി, ആന കുത്തി മരിച്ചുപോയി. എന്നെ വന്ന് നടക്കാൻ പറ്റുന്ന രോഗികൾ മുഴുവൻ, ആ രോഗികളുടെ കൂടെ ഇരിക്കുന്ന കൂട്ടിരിപ്പുകാർ എല്ലാവരും എന്നെ വന്ന് കണ്ട് ഞാൻ ജീവനോട് ബെഡേ കിടക്കുന്നു, മരിച്ചെന്ന് പത്രത്തിൽ, അത്ഭുതകരമാണെന്നും പറഞ്ഞ് എന്നെ വന്ന് കണ്ട് എനിക്ക് കോളറ പിടിപെട്ടു. 3-ാമത്തെ ദിവസം കോളറ പിടിപെട്ടു, ഞാൻ മരിച്ചു പോകുന്നു. അന്നും ഒരു വിധി എഴുതി. പക്ഷെ അന്നും അവിടെ എൻ്റെ വീട്ടുകാർക്കോ എനിക്കോ എന്നെയോ അല്ലേ എൻ്റെ വീട്ടുകാരെയോ പരിചയമില്ലാത്ത ഞാൻ ആസ്പത്രിയിലെ 2 ജീവനക്കാർ, ഒന്ന് സരോജിനി കുമ്പളത്തുള്ള, ഒന്ന് മാവേലിക്കരയുള്ള ഒരു കുട്ടപ്പൻ, ഇപ്പോഴവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അന്ന് അവരാണ് യാതൊരു ബന്ധവും യാതൊരു ഇതുമില്ലാത്ത ഞങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പാടില്ല എന്നുള്ളതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. പക്ഷേ നമ്മുടെ ബന്ധുക്കളെക്കാളും അതേപോലെ നമ്മുടെ കൂടെ വന്നവരെക്കാളും അല്ലെ നമ്മളെ പരിരക്ഷിക്കുന്നവരെക്കാളും ഏറ്റവും ആത്മാർത്ഥമായി അന്ന് കണ്ട ആൾക്കാർ ഉപകരിച്ച് ഏറ്റവും വലിയ ഉപകാരം മരിച്ചാൽ മറക്കാൻ കഴിയാത്തതാണ്. അവർ പോയി അന്ന് ആറമ്മയെ കണ്ട് മരുന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്താണ് ഞാൻ ഈ കോളറ എന്നുള്ള ഒരു വലിയ വിപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നത്. പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസരം വന്നിട്ടില്ല എന്നാണ് ആ ഡോക്ടർമാർ 3 പേരും. 53 ദിവസം മെഡിക്കൽ കോളേജിൽ എനിക്ക് കഴിയേണ്ടി വന്നു. അവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി. നല്ല രീതിയിലുള്ള നാട്ടുകാരുടെയും അതുപോലെ ഞാൻ എഴുന്നള്ളിക്കാൻ പോയ ക്ഷേത്രങ്ങളിലെ ഒരുപാട് പരിചയസമ്പന്നരായ ആൾക്കാരുടെയും നിർലോഭമായ സഹായവും സഹകരണങ്ങളും എല്ലാം ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് വഴിപാട് കഴിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, അവരൊക്കെ വളരെ നിരന്തരം എല്ലാ ദിവസവും എന്നെ വന്ന് കാണുകയും എനിക്ക് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും നൽകാനുള്ള എല്ലാ ഒത്താശകളും ചെയ്ത് എന്നെ ഭഗവാന്റെ കാരുണ്യത്താൽ എന്നെ ഈ നിലയിൽ ഇപ്പോഴും ഒരു ആനപ്പണി എടുക്കാനുള്ള ഒരു വലിയ ഭാഗ്യം തന്നത് ഈ 3 ഡോക്ടർമാരാണ്. അവരെ ഒരിക്കലും മറക്കാൻ കഴിയാത്തവരാണ്. ഇപ്പോഴാണ് അതിൽ NK വിജയൻ എന്ന് പറയുന്ന അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. മറ്റേ റോയ് ഡോക്ടറോ ആനന്ദൻ തമ്പി സാറോ ഡോക്ടറോ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അവരുടെയൊക്കെ ഏറ്റവും വലിയ കൃപാകടാക്ഷം എനിക്ക് വളരെ നല്ല രീതിയിലുണ്ടായി. അവർ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി. അതുകൊണ്ട് ഞാൻ ആരോഗ്യവാനായിട്ട് പിന്നീട് എനിക്ക് വളരെ കാലം ജോലിയെടുക്കാൻ, ഇന്നും ജോലിയെടുക്കാൻ, ആനപ്പണി എടുക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടി. ആ ആനയിൽ പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം ഒരു 3-4 മാസം 4-5 മാസത്തോളം ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്തിരുന്നു. 6 മാസം കഴിഞ്ഞ് 6 മാസമായപ്പോഴാണ് ഞാൻ വീണ്ടും ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞ ബുധനു വല്യത്തെ ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞ ഒരു ആനയിലേക്കാണ് പിന്നെ പോകുന്നത്.